നമസ്കാരം. യൂണീക്ക് ലേണിംഗ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നീറ്റ് 2021 ആപ്ലിക്കേഷൻ സബ്മിഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ഡേറ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി. ഇനി ഫീസ് അടയ്ക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും. ഓക്കെ, അതായത് ഓഗസ്റ്റ് 7-ാം തീയതി വരെ നമുക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 12 സെപ്റ്റംബർ 12 ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാമിൻ്റെ ടൈം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അതിലൊന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡിയാണ്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള, നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു മെയിൽ നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടേതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ പാരൻറ്റിൻ്റെതായാലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല, ഒരു മെയിൽ ഐ ഡി വേണം. രണ്ടാമത്തത് നിങ്ങളുടെ ഫോൺ നമ്പർ. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ തന്നെ വേണമെന്നില്ല, പാരൻ്റ് ആയാലും മതി. അതിനകത്ത് മെസ്സേജസ് വരുന്നതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഫോൺ ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ഫോൺ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുകയും വേണം. കാരണം അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ മെസ്സേജ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എപ്പോഴും കാണാനും കഴിയും. ഇനി നമ്മൾ റെഡിയാക്കി വെക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതിനകത്ത് 80% നിങ്ങളുടെ ഫേസ് കവറേജ് വേണം. അതിനകത്ത് നിങ്ങളുടെ ചെവികൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ കണ്ണട ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് വച്ചിട്ടുള്ള ഫോട്ടോ വേണം വയ്ക്കാൻ. ഇനി ഈ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായിട്ടും അതിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻസ്. ഇനി അടുത്ത് നിങ്ങൾ വയ്ക്കേണ്ടത്, രണ്ടാമത് റെഡിയാക്കി വയ്ക്കേണ്ടതാണ് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഓക്കെ, അപ്പോൾ അത് 4 ഇഞ്ച് by 6 ഇഞ്ച് ആയിരിക്കണം. അതിന് ഇതേ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ച് ഇട്ട് വയ്ക്കുക. അടുത്തത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. അത് നമ്മുടെ നമ്മുടെ സീലിൻ്റെ പാഡിൽ നിന്ന് മഷി എടുത്തിട്ട് അത് വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മുറിവ് പറ്റി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ റെഡിയാക്കണം. ഇത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിഷന് തുടങ്ങാൻ വേണ്ടി. ഇനി എല്ലാം JPG ഫോർമാറ്റിലാക്കി കൺവേർട്ട് ചെയ്ത് വേണം നിങ്ങൾ സിസ്റ്റത്തിൽ സേവ് ചെയ്യാൻ. ഇനി അടുത്ത് നമ്മൾ വയ്ക്കേണ്ടത്, നമ്മുടെ അടുത്ത് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ആധാർ. അപ്പോൾ ആധാർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കാർഡോ ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ ഉള്ള പാസ്ബുക്ക്, പിന്നെ +2 അഡ്മിറ്റ് കാർഡ്, അതിനകത്തും ഫോട്ടോ വേണം, അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ്, ഇതൊക്കെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പം ബെറ്റർ എന്ന് പറയുന്നത് ആധാർ തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് എളുപ്പവും അതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കരുതണം. ഇനി നമ്മുടെ പേയ്മെൻറ്റിനെ പറ്റി, ഫീസ് പേയ്മെൻറ്റ് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 1500 ആണ് ഫീസ് അടയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ജനറലിൽ വരുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ CWS, പിന്നെ OBC NCL വിഭാഗക്കാർ 1400 രൂപ, 1400 ആണ് അടയ്ക്കേണ്ട ഫീസ്. പിന്നെ SC ST, പിന്നെ PWD, തേർഡ് ജെൻഡർ, ഈ കാറ്റഗറിക്കാരെല്ലാം ഫീസ് അടയ്ക്കേണ്ടത് 800 രൂപയാണ്. ഓക്കെ, ഇനി അടുത്തത് ഫീസ് പേയ്മെൻറ്റ് SBI, കാനറ ബാങ്ക്, HDFC, ICICI, പിന്നെ ഇത് ഏത് ബാങ്കിൻ്റെയും കാർഡുകൾ, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ അവർ റിസീവ് ചെയ്യും. പിന്നെ PayTM വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും UPI വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡീറ്റെയിൽസ്, ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും കീപ്പ് ചെയ്യണം. കാരണം ഫ്യൂച്ചർ റെഫറൻസിന് നമുക്കത് ആവശ്യം വരും. പിന്നീട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ട് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അപ്പൻഡിക്സ് 16-ൽ ആ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ മെയിൽ ID ഉണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കാണിക്കുക. അപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തരും. ഇനി ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നിങ്ങളുടെ പേജിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ NTA ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്, അതിൽ വിളിച്ചു ചോദിക്കാം. ഇനി ഇതൊന്നുമായിട്ടും നമ്മുടേത് ശരിയായില്ല, പേയ്മെൻറ്റ് ഇഷ്യൂ റിസോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, രണ്ടാമത് നിങ്ങളൊരു പേയ്മെൻറ്റ് കൂടെ നടത്തുക. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടില്ല, പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തു 2 പ്രാവശ്യം എൻ്റെ പൈസ പോയല്ലോ എന്നൊന്നും വിഷമിക്കേണ്ട. രണ്ടാമത് നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിട്ടേൺ വരുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അതിലേക്ക് റിട്ടേൺ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം പ്രോസസ്സ് നടത്തുമ്പോൾ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി വരും. അത് കൃത്യമായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങളൊരു പാസ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്ത്
എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം. പിന്നെ എല്ലാ പ്രോസസ്സ് കഴിയുമ്പോഴും ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിൻ്റെ ഒരു പ്രിൻറ്റും എടുത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ nta.nic.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും ഈ ഒരു പേജായിരിക്കും ഓപ്പണായി വരുന്നത്. ആ പേജിൽ ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ ഫിൽ രജിസ്ട്രേഷൻ ഫോം എന്ന് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇതിനകത്ത് ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ സൈൻ ഇൻ എന്ന് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അത് ആൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതല്ല നമുക്ക് വേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ, ലെഫ്റ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് ഓപ്പണായി വന്നു. ആ പേജിൽ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് താഴെ കൊണ്ടുവരിക. താഴെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഐ ഹാവ് ഡൗൺലോഡഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നും പറഞ്ഞ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കാണും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് വന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ പേര് എല്ലാം കൊടുക്കണം. ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 10th മാർക്ക് ലിസ്റ്റിലുള്ളതുപോലെയാണ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. 12th ആൾറെഡി പാസ് ആയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ 12th മാർക്ക് ലിസ്റ്റിലെ ഡീറ്റെയിൽസ് അതനുസരിച്ച് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. ഇത് നാഷണാലിറ്റി. അടുത്ത ഐഡൻറ്റിറ്റി ടൈപ്പ് എന്ന് കാണും. ഐഡൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആധാർ നമ്പർ, ക്ലാസ് 12 അഡ്മിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ഇലക്ഷൻ ID, പാസ്പോർട്ട്, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, അങ്ങനെ കുറേ എണ്ണം കാണാം. അതിൽ നമുക്ക് ബെറ്റർ എന്ന് പറയുന്ന ആധാർ ആയിരിക്കും. അപ്പോൾ ആധാർ നമ്പറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. അടുത്ത കോളം ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അടുത്തത് അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നമ്പർ റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന നമ്മുടെ ഇതിനകത്ത് നിന്ന് വരുന്ന SMS കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മിസ്സായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. ഞാൻ നമ്പർ കൊടുക്കുകയാണ്. അടുത്ത ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ മെയിലും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു മെയിൽ വേണം കൊടുക്കാൻ. അത് പാരൻ്റ് ആയാലും കുട്ടിയുടെ ആയാലും ആരുടേതായാലും കുഴപ്പമില്ല. അതൊരു ആൾട്ടർനേറ്റ് നമ്പർ കൂടെ കൊടുക്കണം. ഇനി അടുത്തത് പെർമനൻ്റ് അഡ്രസ്സാണ്. അത് ഞാനിവിടെ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നാണ് കൊടുക്കുന്നത്. ഡിഫറൻ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റേണ്ടതാണ്. അടുത്തത് ചൂസ് പാസ്വേഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാസ്വേഡിനകത്ത് 8 മുതൽ 13 വരെ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, അക്ഷരങ്ങളുണ്ടാവണം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഒരു സ്മാൾ ലെറ്ററെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു നമ്പർ വേണം, പിന്നെ @ പോലുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അപ്പോൾ ഞാൻ അത് എവിടെയെങ്കിലും എഴുതിയിട്ടിരിക്കണം ഞാൻ എന്താണ് റെഡിയാക്കിയത്, ഞാൻ എന്താണ് അവിടെ എൻ്റർ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് കാണിക്കുന്നതെന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്യുക. ഇനി എൻ്റർ സെക്യൂരിറ്റി പിൻ, അവിടെ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യണം. അത് ശ്രദ്ധിച്ച് ചെയ്യണം. കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ റിവ്യൂ പേജ് എന്നാണ് കാണിക്കുന്നത്. അതിനകത്ത്
നമുക്ക് എഡിറ്റ് രജിസ്ട്രേഷൻ വേണമെങ്കിൽ ചെയ്യാം, ഫൈനൽ സബ്മിഷൻ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പർട്ടിക്കുലേഴ്സ് ചെക്ക് ലിസ്റ്റ് ടു ബി വെരിഫൈഡ് കണ്ടല്ലോ. അപ്പോൾ ഇത് പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കറക്റ്റ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് സബ്മിറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ യെസ് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് എന്ന് കാണാം. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ്. അപ്പോൾ അടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ ജനറേറ്റ് ആയി. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ എവിടെയെങ്കിലും കുറിച്ചിടുന്നത് നല്ലതാണ്. ആ നമ്പർ മറന്നുപോകാതെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ താഴെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം തെറ്റിക്കാതെ. ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ 12th അപ്പിയർ ചെയ്യുന്നത്. ഇനി അടുത്തത് PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് 40% ഓർ മോർ ഡിസബിലിറ്റി ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ആ കാറ്റഗറിയിലല്ല എന്നുണ്ടെങ്കിൽ നോ. അടുത്തത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ? നോ. യെസ് ആണെങ്കിൽ യെസ്. അടുത്തത് കൺട്രി ഓഫ് റെസിഡൻസ്, ഏത് രാജ്യത്ത് താമസിക്കുന്ന ആളാണ്? അപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യ. ഡു യു ഇൻറ്റൻഡ് ടു വെയർ കസ്റ്റമറി ഡ്രസ് കോൺട്രറി ടു ഡ്രസ് കോഡ് വൈൽ അപ്പിയറിങ് നീറ്റ്? നീറ്റ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഡ്രസ് ചെയ്യുമെന്ന്. അപ്പോൾ നോ. ഇത്രയായി. ഇനി നമ്മൾ ഏതിനാണ് അപ്ലൈ ചെയ്തത്? ഇവിടെ നീറ്റ് UG എന്ന് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യണം. അത് ഇംഗ്ലീഷാണ്. ഏത് മീഡിയം ആണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്ത എക്സാം സിറ്റി, ഏത് സ്റ്റേറ്റിലതാണ്? അപ്പോൾ കേരളത്തിലെ സെൻറ്ററാണ്. അതിൽ ഏത് സെൻറ്ററാണ്? അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരമാണ് ഞാൻ സെലക്ട് ചെയ്തത് ഫസ്റ്റ് സെൻറ്ററായിട്ട്. അടുത്ത സെൻറ്റർ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ എറണാകുളമാണ് സെലക്ട് ചെയ്യുന്നത്. സെൻറ്ററെല്ലാം സെലക്ട് ചെയ്തു. അടുത്തത് 12th ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. പാസ് സ്റ്റാറ്റസ് ഏതാണ്? പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ? അത് എൻ്റർ ചെയ്യണം. ഞാൻ അപ്പിയറിംഗ് ആണ്. ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ് എഴുതി. അടുത്തത് ക്വാളിഫയിങ് എക്സാം കോഡ്, ഏത് കോഡാണ്? അപ്പോൾ ക്വാളിഫയിങ് എക്സാം ഇപ്പോൾ അപ്പിയർ ചെയ്യുന്നവർക്കാണെങ്കിൽ കോഡ് നമ്പർ 1 ആണ്. ഇപ്പോൾ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കോഡ് 2 ആണ്. ഇനി അടുത്തത് പ്ലേസ് ഓഫ് സ്കൂളിംഗ്, എവിടെയാണ് പഠിച്ചത്? റൂറൽ ആണോ അർബൻ ആണോ? അടുത്ത ടൈപ്പ് ഓഫ് സ്കൂൾ, ഏത് സ്കൂളാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, ഏത് സെൻട്രൽ ഗവൺമെൻറ് ആണോ, ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അടുത്ത റിസൾട്ട് മോഡ് നമ്മൾ റിസൾട്ട് അവൈറ്റഡ് ആയതുകൊണ്ടാണ് അവിടെ ഒന്നും വരാത്തത്. അടുത്ത റോൾ നമ്പർ. അടുത്തത് സ്കൂൾ ഓർ കോളേജ് നെയിം ആൻഡ് അഡ്രസ്. അടുത്തത് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. അടുത്തത് സബ്മിറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയ പേജിൽ നമ്മളെത്തി. അതിനകത്ത് റിവ്യൂ പേജ് എന്ന് കാണും, ക്ലോസ് എന്ന് കാണും. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഫൈനൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലോസ് കൊടുത്തു. ഒരു പേജ് വന്നു, റിവ്യൂ പേജ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കുക. സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് പർട്ടിക്കുലേഴ്സ് ചെക്ക് ലിസ്റ്റ് ടു ബി വെരിഫൈഡ്. അപ്പോൾ നമ്മളെല്ലാം വെരിഫൈ ചെയ്തൊന്ന് ഉണ്ടെങ്കിൽ എല്ലാം വെരിഫൈ ചെയ്യാം. താഴെ ഐ എഗ്രി എന്ന് കാണും. അടുത്ത ഫൈനൽ സബ്മിറ്റാണ് ഞാൻ കൊടുക്കുന്നത്, കാരണം എല്ലാം എനിക്ക് ഉറപ്പുണ്ട് കറക്റ്റാണെന്ന്. അപ്പോൾ യെസ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ 2 സ്റ്റെപ്പുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിത് ഈ പേജിൽ എത്തിയിരിക്കുകയാണ്. ഈ പേജിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു.
അതിനകത്ത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ അതിനകത്ത് ചൂസ് ഫയൽ, ഞാൻ ഇതെല്ലാം ആദ്യമേ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ആ സൈസിൽ. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 10 to 200 KB സൈസാണ്, JPG ഫോർമാറ്റിലുള്ളതാണ്. ഇപ്പോൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ അപ്ലോഡ് എന്ന് കാണും. അപ്പോൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു, ഓക്കെ കൊടുത്തു. ഇനി അടുത്ത ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്, അത് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡഡ് സക്സസ്ഫുള്ളി. സിഗ്നേച്ചറാണ്, അതിനകത്ത് അപ്ലോഡ് കൊടുക്കുക. ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു, ഓക്കെ. വീണ്ടും അടുത്ത സാധനം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്നാണ്. അപ്പോൾ ചൂസ് ഫയൽ, അപ്ലോഡ് കൊടുത്തു. എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡഡായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ. അതിനുശേഷം ഇവിടെ താഴെ എൻ്റർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദ്യം, യെസ് കൊടുക്കുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു നമ്മൾ, ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം കാണാം. അപ്പോൾ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ്, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റഡ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റഡ്, ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് അത് ഇൻകംപ്ലീറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ 1500 ആണ് പേ ചെയ്യാനുള്ളതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പേയ്മെൻറ്റിലേക്ക് പോവാണ്. പേയ്മെൻറ്റിൽ വരുമ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ്, പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ റെഡിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്തു. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഏത് മോഡലാണ്, സെലക്ട് പേയ്മെൻറ്റ് പ്രൊവൈഡർ ആരാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ റെഫറൻസിന് അത് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച പാസ്വേഡും നിങ്ങൾ എവിടെയെങ്കിലും അതിൽ കുറിച്ച് വയ്ക്കണം. ഇനി നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസിൻ്റെയും കോപ്പി ഒരുപാടെണ്ണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിഷന് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.